അപ്പോൾ നമുക്കിന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു മത്സരാർത്ഥി 100 ദിവസം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ മത്സരാർത്ഥിയുടെ കയ്യിൽ എത്ര രൂപയാണ് ഉണ്ടാകുക എന്നുള്ളൊരു ഏകദേശ കണക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ പ്രൈസ് മണിയിൽ നിന്ന് തുടങ്ങാം. ഇത്തവണത്തെ പ്രൈസ് മണി എല്ലാ വർഷത്തെയും പോലെ 50 ലക്ഷം രൂപ തന്നെയാണ്. പക്ഷേ ചെറിയ മാറ്റങ്ങളുണ്ട്. 7ന്റെ പണി ആയതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരാർത്ഥിക്ക് ലഭിക്കുന്നത്, അതായത് 100 ദിവസം നിൽക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് ലഭിക്കുന്നത് 43 ലക്ഷം രൂപയാണ്. കാരണം എന്ന് പറയുന്നത് ഈ ആഴ്ചയിലെ ബിഗ് ബാങ് ടാസ്കിലൂടെ തന്നെ മത്സരാർത്ഥികൾ 7 ലക്ഷം രൂപയോളം നേടിയിരുന്നു. അതിനാൽ തന്നെ 50 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷം പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള 43 ലക്ഷം രൂപയാണ് പ്രൈസ് മണി. ഇനി അടുത്ത് നോക്കാനുള്ളത് TDS ആണ്, ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സോഴ്സ്. അതായത് ഈ കിട്ടുന്ന പ്രൈസ് മണിയിൽ നിന്നും ഇത്രയും ദിവസം നിന്ന പൈസയിൽ നിന്നുമൊക്കെ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയി എത്ര രൂപ പോകുമെന്ന് നോക്കാം. TDS ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഓർഗനൈസർ ഈ ടാക്സ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും മത്സരാർത്ഥികൾക്കായി ഈ തുക കൈമാറുന്നത്. അതായത് 43 ലക്ഷം രൂപ നേടുന്ന ഒരു മത്സരാർത്ഥിക്ക് ആ തുക മുഴുവനായും കയ്യിൽ ലഭിക്കുകയില്ല. ഇനി നമുക്കിതിൻ്റെ ടാക്സ് ഡീറ്റെയിൽസ് നോക്കാം. അതായത് ഈ ഒരു പ്രൈസ് മണിയിലേക്ക് 31.2% തുകയാണ് ടാക്സ് എമൗണ്ടിലേക്ക് പോകുന്നത്. അതായത് 43 ലക്ഷം രൂപ പ്രൈസ് മണി ആകുമ്പോൾ 30% TDSും 4% സെസ് ഓൺ TDS വരുന്നുണ്ട്. അതായത് 30% ടാക്സിൻ്റെ 4% സെസ്സായും കൂട്ടിയിട്ട് 31.2% മൊത്തം ടാക്സ് വരുന്നത്. 43 ലക്ഷം രൂപ പ്രൈസ് മണിയിൽ നിന്ന് 13,41,600 രൂപ മൊത്തത്തിൽ ടാക്സ് ആയി പോകുന്നുണ്ട്. ഈ തുക കഴിഞ്ഞ് മത്സരാർത്ഥിയുടെ കയ്യിലേക്ക് കിട്ടുന്നത് 29,58,400 രൂപയാണ്. ഇത് പ്രൈസ് മണിയുടെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. വിന്നറിനെ സംബന്ധിച്ചിടത്തോളം 99 ദിവസം ഹൗസിൽ നിന്നതിന്റെ സാലറിയും കൂടി ഇതോടൊപ്പം ചേർത്തിട്ടാണ് മൊത്തം പൈസയായി കയ്യിലേക്ക് കിട്ടുന്നത്. ഇനി ഉദാഹരണത്തിന് ആ വിന്നറിന് ഒരു ദിവസം 30,000 രൂപയാണ് ഒരു ദിവസത്തെ സാലറി എന്നിരിക്കെ 99 ദിവസത്തേക്കായിട്ട് അയാളുടെ കയ്യിലേക്ക് കിട്ടുന്നത് 29,70,000 രൂപയാണ്. ഇതിന്റെ കൂടെ 43 ലക്ഷം രൂപ പ്രൈസ് മണിയും കൂടി ആകുമ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 72,70,000 രൂപയാണ് വരുന്നത്. ഈ ഒരു എമൗണ്ടിൽ നിന്ന് 31.2% ടാക്സ് കട്ടാവും. അതായത് 19,56,240 രൂപ കട്ടാകുന്നതാണ്. അപ്പോൾ മൊത്തം തുകയായി ലഭിച്ച 72,70,000 രൂപയിൽ നിന്ന് ടാക്സ് എമൗണ്ടിലേക്ക് പോയ 19,56,240 രൂപ കുറച്ചു കഴിഞ്ഞാൽ ഏകദേശം 53,13,760 രൂപ. അപ്പോൾ ഇത്രയും രൂപയാണ് 30,000 രൂപ പെർ ഡേ സാലറി ഉള്ള ഒരാൾ ടൈറ്റിൽ വിന്നറായാൽ അവരുടെ കയ്യിലേക്ക് എത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.